ഹലോ, നമുക്കിന്നൊരു എരിശ്ശേരി ഉണ്ടാക്കിയാലോ. ചെറുപയർ, ഒരു ഏത്തക്കായും നമ്മളെ കറിക്കായും കൂടെ ചേർത്ത് ഞാൻ അരിഞ്ഞ് കഴുകി അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഐറ്റം കൂടെ ഉണ്ട്, പപ്പയ്ക്കയാണ്. അതും കൂടെ ചേർത്ത് നമുക്കിതിലോട്ടിടാം. പപ്പയ്ക്ക ഇതിനകത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ചുമന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ആരും വിചാരിക്കരുത് ഇത് പഴുത്ത പപ്പയ്ക്കയാണെന്ന് വിചാരിക്കരുത്. ഇത് റെഡ് ലേഡിയുടെ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായ പപ്പയ്ക്കയാണ്. അത് നല്ല വിളഞ്ഞാൽ ഈ കളറിലാണ് വരുന്നത്. പഴുത്ത് കഴിഞ്ഞാൽ ഭയങ്കര റെഡ് കളറാണ്. ഇപ്പോൾ ഇതിനെ നമുക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് അടച്ച് ഒരു 3-4 വിസിൽ വേണ്ടി വരും, പപ്പയ്ക്കയ്ക്ക് വേവുള്ളത് കൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പപ്പയ്ക്ക പഴുക്കുമ്പോഴുള്ള കളറ് ഉണ്ടോ? ഇതെന്നാൽ നല്ല പഴുത്തിട്ടുമില്ല. ഇത് നല്ല കടുകെടുത്ത ആ സൈസാണ്. നല്ല പഴുത്ത് സ്പൂണിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ആ പരുവാണെങ്കിൽ അടിപൊളി റെഡ് കളറാണ്. അപ്പോൾ ഇതിന് അരപ്പിന് വേണ്ടുന്ന സാധനങ്ങളാണ്: അത്യാവശ്യം എരിവിന് വേണ്ടുന്ന മുളക്, ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് വെളുത്തുള്ളി, നമ്മുടെ നല്ല ജീരകം കുറച്ച്. ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതിടാം. അപ്പോൾ ഞാൻ കുക്കറിൽ നിന്ന് ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഉടഞ്ഞിട്ടുണ്ട്. ഏത്തക്കായൊന്നും അങ്ങനെ ഉടയൂല, അതറിയാമല്ലോ എല്ലാവർക്കും. പപ്പയ്ക്കൊക്കെ നല്ല ഒരു ഇത് ഉടഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് തരിതരിപ്പായിട്ട് അരച്ച് വയ്ക്കണം, അറിയാമല്ലോ. ഇതിൽ ഈ സമയത്ത് പച്ച കറിവേപ്പില ഊരി ഇട്ട് കൊടുക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കാത്തത്. അതിൻ്റെയും കൂടെ മണവും കൂടെ വന്നാൽ ഇപ്പം തന്നെ നിൽക്കാൻ വയ്യാത്ത മണം. അപ്പോൾ നമുക്കിനി കടുക് തളിക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുക് ഇട്ട് കൊടുക്കാതെ കുറച്ച് പച്ചമുളക്, ഉണങ്ങിയ കറിവേപ്പിലയാണ് ഇത് കേട്ടത്, ഇവിടെ ഇല്ല. അതിൽ കൂടെ ഈ തേങ്ങയും കൂടെ ഇട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പം നല്ല ചുമക്ക മൂത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ആവി പറക്കുന്ന പപ്പയ്ക്ക എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എരിശ്ശേരി കഴിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഓക്കെ, താങ്ക് യു.